വീഞ്ഞ് തീർന്നു പോയ പാത്രങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇല്ലേ? വീഞ്ഞ് തീർന്നു പോയ പാത്രങ്ങൾ അവിടെയുണ്ട്. മറ്റേ പാത്രം കാല് കഴുകാൻ വെള്ളം വെച്ചിരിക്കുന്ന പാത്രമല്ലേ? അപ്പൊ വീഞ്ഞ് തീർന്നു പോയ പാത്രം വിലപിടിപ്പുള്ള പാത്രമാണ്, വില കൂടിയ പാത്രമാണ്, മാനപാത്രമാണ്. പക്ഷേ യേശുവിന്റെ കൽപ്പന വ്യത്യസ്തമാണ്. ആരും പരിഗണിക്കാതെ, ആരും ശ്രദ്ധിക്കാതെ, അകത്തിരിക്കാൻ അനുവാദമില്ലാതെ, മാന്യന്മാരുടെ ഇടയിൽ പ്രവേശനമില്ലാതെ പുറത്തിരിക്കുന്ന കുറച്ച് കൽപാത്രമുണ്ടല്ലോ, അതിനകത്ത് നിറച്ചാൽ മതി. ഈ പരിഗണന ലഭിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. എനിക്ക് സങ്കടം തോന്നിയ മറ്റൊരു കാര്യം, ഞാനും ഒരു സീനിയർ ഉപദേശിയാണ് IPCയിലെ. ഈ വീഞ്ഞിരുന്ന പാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സീനിയർ വെസൽസ് എന്ന് വേണേ വിളിക്കാം. അതിനാരും ആമേൻ പറഞ്ഞില്ല. നേരത്തെ വീഞ്ഞുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വീഞ്ഞില്ല. ആ പാത്രത്തിന് വേണ്ടി ഒരു കൽപ്പനയുമില്ല. എന്നാൽ പ്രശംസിക്കാനും പുകഴാനുമില്ലാത്ത, ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഈ കൽപാത്രങ്ങൾ യഹൂദന്റെ സകല ആചാര മര്യാദകളെയും തെറ്റിച്ചുകൊണ്ട് ഈ മഹത്തായ നിക്ഷേപത്തിന്റെ പേരിൽ അകത്തേക്ക് കയറുകയാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, അവസ്ഥ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന നിക്ഷേപമോർത്ത് ഇങ്ങനെ ഒന്നും കർത്താവിന് മഹത്വം കൊടുത്താൽ പോരാ. ഞാൻ വായിച്ചത്